ആസിഡ് ബേസ് ബേസ് സോൾട്ട്. എന്നിട്ട് സബ് ഹെഡിങ് ആയിട്ട് ആസിഡ് എന്ന് എഴുതുക. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആണ്. വീണ്ടും ഒരു സബ് ഹെഡിങ് എഴുതുക, വീണ്ടും ഒരു സബ് ഹെഡിങ് എഴുതുക. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് 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 ഓഫ് ആസിഡ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. ഒരു ഡോട്ട് ഇട്ട് എഴുതുക. ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആസിഡിനെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ ആസിഡിനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആസിഡാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ അതിന് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുമ്പോഴൊക്കെ അതിന് കളർ ചേഞ്ച് ഉണ്ടാവുകയും സ്മെല്ലിന് ചേഞ്ച് ഉണ്ടാവുകയും അതേപോലെ തന്നെ അത് എന്തിൻ്റെയും മണ്ടയ്ക്ക് ഒഴിക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുകയും ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ആസിഡ് ആണെന്ന് ഉള്ളത്. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം പറയുന്നത് ആസിഡിന് ഒരു സോർ ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. acids are those chemical substance which have sour taste ആയിരിക്കും. ഓക്കെ ആണല്ലോ. പുളി, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. വിനാഗിരി അസറ്റിക് ആസിഡാ, പുളിയാ. പിന്നെന്താ, സിട്രിക് ആസിഡ് പുളിയാ, അല്ലേ? അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, സിട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നാരങ്ങയ്ക്കകത്തും ഓറഞ്ചിനകത്തും ഉള്ള ആസിഡാ, അതും പുളിയാ, ഇല്ലേ? ടാർട്ടാറിക് ആസിഡ്, ടാമറിൻഡ്, അതും പുളിയാ. അപ്പം ആസിഡിന് പൊതുവെ എന്താ, സോർ ടേസ്റ്റ് ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രണ്ടാമത്തെ ഡോട്ട് ഇട്ട് എഴുതേണ്ടത് acid changes the color of blue litmus to red, ഓക്കെ ആണല്ലോ. അതായത് ഒരു ബ്ലൂ ലിറ്റ്മസ് എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ഒരു ലിച്ചൻസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ലിറ്റ്മസ് എന്ന് പറയുന്നത്. അത് നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, പേപ്പറും ഉണ്ട്. അപ്പം ലിറ്റ്മസ് സൊല്യൂഷൻ അത് ബ്ലൂ ഉണ്ട്, ബ്ലൂ ലിറ്റ്മസും റെഡ് ലിറ്റ്മസും ഉണ്ട്. ബ്ലൂ ലിറ്റ്മസിനകത്തോട്ട് ആസിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, അത് റെഡ് ആയിട്ട് മാറും. അത് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന ചേഞ്ച് ആണ്. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനിയും അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയാമോ? ആസിഡിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്താണെന്ന് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു when acid dissolves in water, produce hydronium ion. ഹൈഡ്രോണിയം അയോൺ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? H3O+ എന്ന് പറയും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ HCl എടുക്കുന്നു. HCl എടുത്തിട്ട് അതിനെ ഞാൻ വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യാണ്. വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസോൾവ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ടറിൽ ബ്രേക്ക് ചെയ്യാന്ന് അർത്ഥം. അപ്പം വാട്ടറിനകത്തോട്ട് അല്ലെങ്കിൽ H2 എടുത്തിട്ട് അല്ലെങ്കിൽ HCl എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്തു. അപ്പൊ അതെന്തായിട്ട് മാറുമെന്നറിയോ? ആക്ച്വലി ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ അയോൺ ആയിട്ടും Cl- ആയിട്ടും മാറും. പക്ഷേ ഈ H+ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, H+ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. അത് ഈ വാട്ടറുമായിട്ട് ചേർന്നിട്ട് അത് H3O+ ആവും. അപ്പൊ ശരിക്കും ഇതിന്റെ റിയാക്ഷൻ എഴുതേണ്ടത് ഇങ്ങനെയാണ്. HCl എന്താണ്, വെള്ളത്തിനകത്ത് കലക്കി കഴിഞ്ഞ് H2O കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് H3O+ അയോണും Cl- അയോണുമായിട്ട് മാറും. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ H+ എന്ന് എഴുതിയാൽ മതിയായിരുന്നു, ഹൈഡ്രജൻ അയോൺ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഹൈഡ്രജൻ അയോൺ ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഹൈഡ്രജൻ അയോൺ ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് ഈ വാട്ടറുമായിട്ട് ചേരും. കണ്ടോ, അതിന്റെ H2Oയും ഇതിന്റെ H+ഉം ചേർന്നിട്ട് H3O+ അയോൺ ആയിട്ട് മാറും. ആ H3O+ അയോണിനെയാണ് ഹൈഡ്രോണിയം അയോൺ എന്ന് പറയുക. അത് നോട്ട് എന്നിട്ടിട്ട് ആ കാര്യം ഒന്ന് എഴുതി വെച്ചേക്കണം. ഈ H+ അയോൺ cannot stay independently. It combines with water molecule to form hydronium ion.
അതായത് എച്ച് പ്ലസ് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. അത് അപ്പം തന്നെ, അത് എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പം തന്നെ വാട്ടറുമായിട്ട് H2O ചേർന്നിട്ട് എന്തായിട്ട് മാറും? H3O പ്ലസ് ആയിട്ട് മാറും. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ്. ആസിഡിന്റെ ക്ലാസിഫിക്കേഷൻ. ആസിഡിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് ഓൺ ദ ബേസിസ് ഓഫ് എ എന്നിട്ടിട്ട് ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒന്നാമത്തേത് നമുക്ക് മിനറൽ ആസിഡ് എന്ന് എഴുതാം. മിനറൽ ആസിഡ് എന്ന് എഴുതാം. മിനറൽ ആസിഡിനെ നമ്മൾ ഇനോർഗാനിക് ആസിഡ് എന്നും പറയും. ഇനോർഗാനിക് ആസിഡ് എന്നും പറയും. അപ്പം മിനറൽ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മുടെ ഭൂമിയിലുള്ള മിനറൽസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആസിഡുകളെയാണ് മിനറൽ ആസിഡ് എന്ന് പറയുക. HCl ഒരു മിനറൽ ആസിഡ് ആണ്. HNO3 ഒരു മിനറൽ ആസിഡ് ആണ്. H3PO4 ഒരു മിനറൽ ആസിഡ് ആണ്. H3PO3 ഒരു മിനറൽ ആസിഡ് ആണ്. H2CO3 ഒരു മിനറൽ ആസിഡ് ആണ്. അതേപോലെ തന്നെ H2SO4 ഒരു മിനറൽ ആസിഡ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ആസിഡ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം the minerals of earth is called mineral acid. Example നമുക്ക് എഴുതാം. HCl, HNO3, H2SO4, H2CO3, H3PO4, etc. ഇതിനകത്ത് വീക്ക് ആയിട്ടുള്ള ഒരു മിനറൽ ആസിഡ് ആണ് നമ്മുടെ H2CO3 എന്ന് പറയുന്നത്. അത് വളരെ വീക്കാണ്. ബാക്കിയുള്ള എല്ലാം സ്ട്രോങ് ആണ്. മനസ്സിലായോ? ബാക്കിയുള്ള എല്ലാം നമുക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും. ഇത് വീക്ക് ആയിട്ടുള്ള ഒരു മിനറൽ ആസിഡ് ആണ് H2CO3 എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. അത് വേണമെങ്കിൽ എടുത്തെഴുതിക്കോ. H2CO3 is a weak mineral acid എന്ന് എടുത്തെഴുതിക്കോ. അപ്പൊ നമ്മൾ ഓൺ ദി ബേസിസ് ഓഫ് സോഴ്സിൽ നിന്ന്, അതായത് ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ആസിഡുകൾ മിനറൽ ആസിഡ് എന്ന് പറയും. ഇനിയും ഓർഗാനിക് ആയിട്ടുള്ള, അതായത് പ്ലാന്റിൽ നിന്നും ആനിമലിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ആസിഡുകളെ നമ്മൾ എന്തെന്ന് പറയും? ഓർഗാനിക് ആസിഡ് എന്ന് പറയും. ഉദാഹരണം, ഇപ്പോൾ ഓറഞ്ചിൽ നിന്നുണ്ടാകുന്നത് സിട്രിക് ആസിഡ്, പുളി ടാമറിൻഡിൽ നിന്നുണ്ടാകുന്നത് ടാർട്ടാറിക് ആസിഡ്, പാലിൽ നിന്നുണ്ടാകുന്നത് ലാക്റ്റിക് ആസിഡ്, അതേപോലെ തന്നെ ഉറുമ്പിന്റെ സ്റ്റിങ് ഇല്ലേ, ഉറുമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഫോർമിക് ആസിഡ് ആണ്. ബി സ്റ്റിങ് ഉണ്ടാകുന്ന സമയത്ത്, അതായത് ബി കുത്തുന്ന സമയത്ത് ഉണ്ടാകുന്നതും ഫോർമിക് ആസിഡ് തന്നെയാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ടൊമാറ്റോയിലുള്ള ആസിഡ് ഒക്സാലിക് ആസിഡ്, അതേപോലെ തന്നെ ഗ്രേപ്പിലുള്ള ആസിഡ് മാലിക് ആസിഡ് എന്ന് പറയും. അപ്പൊ അങ്ങനെ കുറെ ആസിഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ഓക്കെ. അപ്പം എഴുതിക്കോളൂ. ഓർഗാനിക് ആസിഡ്, അതായത് ബി എന്ന് എഴുതിയിട്ട് ഓർഗാനിക് ആസിഡിനകത്ത് acids that are derived from organic matter like plants and animals.
ഓക്കെ. എന്നിട്ട് താഴോട്ട് ഓരോന്നോരോന്ന് എഴുതാം. അസറ്റിക് ആസിഡ്, ഇതിന്റെ ഫോർമുലയൊക്കെ പഠിച്ചോണം കേട്ടോ. അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് CH3COOH ആണ്. CH3COOH ആണ് അസറ്റിക് ആസിഡിന്റെ ഫോർമുല. അതെന്തിനകത്താണെന്നറിയാമോ? വിനീഗറിനകത്തുള്ള ആസിഡാണ്. വിനീഗറിനകത്തുള്ള ആസിഡ്. അതേപോലെ തന്നെ സിട്രിക് ആസിഡ്, സിട്രിക് ആസിഡ്, സിട്രിക് ആസിഡ് ഫോർമുല വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. C6H8 ആണ്, നമ്മൾ അവിടെ വരുമ്പോൾ പഠിക്കും. C6H8O7 ഇത് അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയും കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഈ മോളിൽ എഴുതിയിരിക്കുന്ന അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുലയാണ്. ഇത് അതിന്റെ മോളിക്കുലാർ ഫോർമുല. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എഴുതാം, പക്ഷെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. C6H8O7 ഇത് എന്താ? ഇത് സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് എന്തിനകത്തൊക്കെയാണ് ഉള്ളത്? ഓറഞ്ചും ലെമണും, ഓറഞ്ചും ലെമണും, ഓറഞ്ചും ലെമണും. സ്കൂളിലൊന്നും ഇത് പഠിപ്പിക്കത്തില്ല കേട്ടോ, പക്ഷെ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ചോദിക്കുകയും ചെയ്യും. സ്കൂളിൽ ഇത് പഠിപ്പിക്കത്തില്ല, ഫോർമുല പഠിപ്പിക്കത്തില്ല. അസറ്റിക് ആസിഡിന്റെ ഒക്കെ പഠിപ്പിക്കും, സിട്രിക് ആസിഡിന്റെ ഒന്നും പഠിപ്പിക്കത്തില്ല. പക്ഷെ അവര് ചോദ്യം ചോദിക്കുമ്പോൾ അവർ വേണം ചോദിക്കുകയും ചെയ്യും. അതൊന്ന് ഓർത്ത് വെച്ചോണം. അതുകൊണ്ടാണ് ഇതെല്ലാം തരുന്നത്. അടുത്തത് ടാർട്ടാറിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്. അതിന്റെ ഫോർമുല വേണമെങ്കിൽ എഴുതി വെച്ചോ. C4H6O6, C4H6O6. അത് ടാമറിൻഡിനകത്താണ്. ടാമറിൻഡ്, പുളി, ടാമറിൻഡ്, ടാമറിൻഡ്. അടുത്തത് ഓക്സാലിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് C2H2O4 ആണ്. അത് ഓക്സാലിക് ആസിഡ് ഉണ്ടാകുന്നത് ടൊമാറ്റോയ്ക്കകത്താണ്. ടൊമാറ്റോ, ടൊമാറ്റോ. അടുത്തത് മാലിക് ആസിഡ്, മാലിക് ആസിഡ്, മാലിക് ആസിഡ്. മാലിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല, മാലിക് ആസിഡിന്റെ ഫോർമുല C4H6O5. അതിന്റെ ഫോർമുല ഇതാണ്. അത് മാലിക് ആസിഡ് ഗ്രേപ്പിനകത്തുണ്ട്, ഗ്രേപ്പിനകത്തുണ്ട്, ആപ്രിക്കോട്ടിനകത്തുണ്ട്, ആപ്രിക്കോട്ടിനകത്തുണ്ട്, അതേപോലെ ബ്ലാക്ക്ബെറിക്കകത്തുണ്ട്, ബ്ലാക്ക്ബെറി. അടുത്തത് ലാക്റ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് C3H6O3 ആണ്. അത് ഉണ്ടാകുന്നത് മിൽക്ക് കേർഡ്, ഇതിനകത്താണ് അത് ഉണ്ടാകുന്നത്. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിൽ, ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രെങ്ത്, 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 ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രെങ്ത്. ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രെങ്തിൽ ഒന്നാമത്തേത് സ്ട്രോങ് ആസിഡ്,
സ്ട്രോങ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ആസിഡ് അത് സ്ട്രെങ്തിനടുത്താണ് സ്ട്രോങ് ആസിഡ് ഉണ്ട് വീക്ക് ആസിഡ് ഉണ്ട് സ്ട്രോങ് ആസിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ അറിയോ അത് കംപ്ലീറ്റ് ആയിട്ട് അയോണൈസ് ചെയ്യും അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നോക്കിയോ ആസിഡ് വിച്ച് കംപ്ലീറ്റ്ലി ionize in water അതായത് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്ന ആസിഡിനെയാണ് നമ്മൾ സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ അതെന്താ അയണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അയോൺസ് ആയിട്ട് മാറുക ഉദാഹരണം പറയാം ഇപ്പം എക്സാമ്പിൾ എഴുതിക്കുക എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ HCl ഒരു സ്ട്രോങ് ആസിഡാ H2SO4 ഒരു സ്ട്രോങ് ആസിഡാ HNO3 ഒരു സ്ട്രോങ് ആസിഡാ മതി തൽക്കാലം നമുക്ക് പഠിക്കാനുള്ളതിനകത്ത് ഇത്രയും ഓർത്താൽ മതി ഇനിയും ഓർത്തോഫോസ്ഫോറിക് ആസിഡ് ഉണ്ട് ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട് അങ്ങനെ കുറെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ ഇത് എന്താണെന്നറിയാമോ ഞാനിപ്പം ഒരു 100 HCl മോളിക്കൂൾ എടുക്കുവാന്ന് വിചാരിച്ചോ ഈ 100 മോളിക്കൂളിനെ ഞാൻ 100 മോളിക്കൂളിനെ ഞാൻ വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്താണ്ടല്ലോ വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് ഞാൻ വാട്ടർ വെച്ചിട്ടാണ് അയണൈസ് ചെയ്യുന്നത് വാട്ടറിനകത്ത് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 100 HCl മോളിക്കൂൾ എന്തായിട്ട് മാറുമെന്നറിയോ 100 H പ്ലസ് എന്ന് പറയുമ്പോൾ H3O+ എന്ന് എഴുതാം കേട്ടോ 100 H+ അയോൺസും 100 Cl- അയോൺസ് ആയിട്ട് മാറും അതായത് ഇവിടെ ഉണ്ടാകുന്ന മൊത്തം മോളിക്കൂളും അയോൺസ് ആയിട്ട് മാറും ഓക്കെ അപ്പൊ കംപ്ലീറ്റ് അയോണൈസേഷൻ നടന്നു അതായത് ഇവിടെ കംപ്ലീറ്റ് അയോണൈസേഷൻ നടന്നു ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്ന കേട്ടോ അതായത് പരീക്ഷയ്ക്ക് വേണ്ടി ഇതൊന്നും എഴുതണ്ട ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നേ അത് അവിടെ എഴുതി കിട്ടോ ബുക്കിനകത്ത് പരീക്ഷയ്ക്ക് ഇതൊന്നും എഴുതണ്ട ഓക്കെ എന്നാൽ വീക്ക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേത് വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡ് ദാറ്റ് പാർഷ്യലിയോ അല്ലെങ്കിൽ അയണൈസ് ചെയ്യത്തുമില്ല വലുതായിട്ട് അയണൈസ് ചെയ്യത്തില്ല അപ്പം ആസിഡ് വിച്ച് പാർഷ്യലി എന്ന് എഴുതിയാൽ ആസിഡ് വിച്ച് partially ionize in എന്താണ് വാട്ടർ അപ്പൊ അത് എക്സാമ്പിൾ എടുക്കാം വീക്ക് ആസിഡിന്റെ H2CO3 ഒരു വീക്ക് ആസിഡ് ആണ് അതേപോലെ ഫോർമിക് ആസിഡ് HCOOH ഒരു വീക്ക് ആസിഡ് ആണ് ഇത് ഫോർമിക് ആസിഡ് എന്ന് പറയേ ഇത് ഇനി അതേപോലെ തന്നെ CH3COOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് എന്നോ അല്ലെങ്കിൽ എഥനോയിക് ആസിഡ് എന്നോ ഒക്കെ പറയും ഓർഗാനിക് കെമിസ്ട്രി വരുമ്പോൾ പഠിക്കാം അസറ്റിക് ആസിഡ് എന്ന് പറയും അസറ്റിക് ആസിഡ് ഇതും എന്ത് തന്നെയാ വീക്ക് ആസിഡ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം ഞാൻ CH3COOH എടുക്കുകയാണേ CH3COOH മോളിക്കൂൾ എടുക്കുകയാണ് ഞാൻ 100 എണ്ണം എടുക്കുമെന്ന് വിചാരിച്ചോ ഈ 100 എണ്ണം എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയാൽ അതായത് H2O വെള്ളത്തിൽ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു 50 എണ്ണം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഇതിന്റെ അയോൺസ് ആയിട്ട് ഇതിന്റെ അയോൺസ് ഏതൊക്കെയാ CH3COO- അയോൺ ഇതിനെ നമ്മൾ അസറ്റേറ്റ് അയോൺ എന്ന് പറയും പ്ലസ് പിന്നെ H+ ഉണ്ട് അപ്പം 50 എണ്ണം CH3CO- 50 H+ അയോൺസുമായിട്ട് മാറും ബാക്കി 100 എണ്ണത്തിൽ 50 എണ്ണേ മാറിയുള്ളൂ ബാക്കി 50 എണ്ണം എന്തായിട്ട് തന്നെ നടക്കുക 50 എണ്ണം CH3COOH ആയിട്ട് തന്നെ ഡിസോസിയേറ്റ് ഒന്നും ചെയ്യാതെ അതിനകത്ത് കിടക്കുവാണ് അതുകൊണ്ടാണ് പാർഷ്യൽ ഡിസോസിയേഷനെ നടന്നുള്ളതെന്ന് പറയുന്നത് കുറച്ചേ ഡിസോസിയേറ്റ് ചെയ്തുള്ളൂ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആസിഡ് ആയിരിക്കും നല്ല രീതിയിൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നത് വീക്ക് ആസിഡിനകത്ത് കുറച്ച് അയോൺസേ ഉണ്ടാകുന്നുള്ളതുകൊണ്ട് അത് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഡൗട്ട് ഉള്ളതും ചോദിക്കാം
ഒരു സെക്കൻഡ്, എന്ത് ഒരു മിസ്സായി പോകുന്നു. ഓക്കെ, മതി. അത് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതാം. മിസ്സായി പോയിട്ടില്ല, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് അത്രയും സിലബസ് അത്രേ ഉള്ളൂ ഇന്നത്തെ പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് ബേസ് എന്ന ഹെഡിങ് എഴുതിക്കും. ബേസ് എന്ന ഹെഡിങ് എഴുതിക്കും. ബേസ്. ഒരു കാര്യം ചെയ്യാമോ, നിങ്ങളൊരു ഒരു ഒരു പേജ് അങ്ങ് വിട്ടേര്, എന്നിട്ട് ബേസ് എന്ന് എഴുതേ. നമുക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് അങ്ങ് എഴുതാം. ഒരു പേജ് വിടുക, ബേസ് എന്ന് എഴുതുക. ഒരു പേജ് വിടുക, ബേസ് എന്ന് എഴുതുക. എന്നിട്ട് ഫസ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബേസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബേസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബേസ്. അതിനകത്ത് ഒന്നാമത്തെ പറയുന്നത് ആസിഡിന് സോർ ടേസ്റ്റ് ആണെങ്കിൽ ബേസിന് ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ബേസസ് ആർ those chemical substance which have bitter taste. അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുമെങ്കിൽ ഇത് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കും. ബേസ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. അതേപോലെ അവിടെ വെള്ളത്തിനകത്ത് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോണിയം അയോണോ ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ ഹൈഡ്രോക്സിൽ അയോണോ ഉണ്ടാകാം, ഹൈഡ്രോക്സിൽ മീൻസ് OH മൈനസ് അയോൺസ്, അല്ലെങ്കിൽ O2 മൈനസ് അയോൺസോ ഉണ്ടാകാം. O2 മൈനസ് അയോൺസ് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് O2 മൈനസ് അയോൺസ് ഉണ്ടാക്കിയാലും OH മൈനസ് അയോൺസ് ഉണ്ടാക്കിയാലും എന്ത് തന്നെയാണ്, അത് ബേസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തോണം. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ എഴുതാം, നോക്കിക്കോളൂ. Bases when dissolved in water produce hydroxide ion. അവനെ നമ്മൾ ഹൈഡ്രോക്സിൽ അയോൺ എന്നും പറയും. ഹൈഡ്രോക്സിൽ അയോൺ എന്നും പറയും. ഓർ എന്താണ്, ഓക്സൈഡ് അയോൺ. അതായത് ഹൈഡ്രോക്സിൽ അയോൺ പ്രൊഡ്യൂസ് ചെയ്താലും ബേസ് ആണ്, അല്ലെങ്കിൽ ഓക്സൈഡ് അയോൺ. ഹൈഡ്രോക്സിൽ അയോൺ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ OH മൈനസ് കൂടി ഇട്ട് വേണം. അതായത് ഹൈഡ്രോക്സിൽ അയോൺ എന്നുള്ളതിന് പകരം ബ്രാക്കറ്റിൽ അവിടെ OH മൈനസ് അയോൺസ്. Bases when dissolved in water produce hydroxyl ions or oxide ion. Oxide ion എന്ന് പറയുമ്പോൾ O2 മൈനസ് അയോൺ ആണ്. O2 മൈനസ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് NaOH ഒരു ബേസ് ആണ്, കാരണം അതിനകത്ത് OH മൈനസ് അയോൺസ് ഉണ്ട്. MgOH ട്വൈസ് അത് ഒരു ബേസ് ആണ്, അതിനകത്ത് OH മൈനസ് ഉണ്ട്. CaOH ട്വൈസ് അത് ഒരു ബേസ് ആണ്, അതിനകത്ത് OH മൈനസ് അയോൺസ് ഉണ്ട്. KOH അത് ഒരു ബേസ് ആണ്, അത് എന്താണ്, അതിനകത്ത് OH മൈനസ് ഉണ്ട്. ഇത് NH4OH, അതായത് ഒരു നോൺ മെറ്റാലിക്, ഇതൊരു പ്രത്യേകതയുണ്ട്. ഈ NH4OHന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു നോൺ മെറ്റാലിക്, ബാക്കിയുള്ള എല്ലാം മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്. നിങ്ങൾ നോക്കി, എന്നെ ഒരു മെറ്റലാ, മെറ്റലും ഹൈഡ്രോക്സൈഡും മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്. ഇതൊരു മെറ്റലാ, എല്ലാം മെറ്റല. പക്ഷെ NH4 എന്ന് പറയുമ്പോൾ അമോണിയം അയോൺ എന്ന് പറയും. ഇത് ഒരു നോൺ മെറ്റാലിക് ഹൈഡ്രോക്സൈഡാണ്. നിങ്ങൾ വേണേൽ ഇവിടെ എഴുതിക്കോണം, ഇത് മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് ആണ്.
ഇതും മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് ആണ്, മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് ആണ്, ഇതും അത് തന്നെയാണ്, ഇതും അത് തന്നെയാണ്. പക്ഷെ ഈ NH4OH ഉണ്ടല്ലോ അത് നോൺ മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് ആണ്, നോൺ മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്. ഇനി അതേപോലെ തന്നെ MgO ഇതൊരു ബേസ് ആണ്, CaO ഇതൊരു ബേസ് ആണ്, അതേപോലെ തന്നെ എന്താണ് Na2O ഇതും ഒരു ബേസ് ആണ്, അതേപോലെ തന്നെ K2O ഇതും എന്ത് തന്നെയാണ്, ബേസ് ആണ്. ഇതെന്ന് പറയുമ്പോൾ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്, ഇത് ഒരു മെറ്റാലിക് ഓക്സൈഡ് ആണ്, മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്, ഇതെല്ലാം ഓക്സൈഡ്സ് ആണ്. ഇതും മെറ്റാലിക് ഓക്സൈഡ് ആണ്, ഇതും മെറ്റാലിക് ഓക്സൈഡ് ആണ്, ഇതും മെറ്റാലിക് ഓക്സൈഡ് ആണ്. മെറ്റലും ഓക്സിജനും കൂടെ ചേർന്ന് അതും ബേസ് തന്നെയാണ്. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ഇത് എഴുതാം, ഓൾ നോൺ മെറ്റാലിക് അല്ല സോറി ഓൾ മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസ്. അതേപോലെ തന്നെ ഓൾ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ഓൾസോ ബേസ്. ഇപ്പൊ നോൺ മെറ്റാലിക് ഹൈഡ്രോക്സൈഡിൽ ഒരു ബേസ് ആയത് NH4OH മാത്രമാണ്. അപ്പം an example of a non-metallic hydroxide as a base എന്ന് പറയുന്നത് NH4OH. അതൊന്ന് എഴുതി വെച്ചേക്കാം. എഴുതിക്കായിരിക്കും 2 മിനിറ്റ്. എഴുതിയോ കുഞ്ഞുങ്ങളെ? കുറച്ച് മേലോട്ടാക്കാം, ഇവിടെ കറണ്ട് പോയാലാണ് അതുകൊണ്ട് എഴുതാൻ പറ്റില്ല. ഓക്കെ ആണോ? കുഞ്ഞെ? ഓക്കെ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, എഴുതി എടുത്തോളാം. ഓക്കെ, അത് പറയണോ? കേട്ടായിരുന്നോ? എവിടെ മുതലാ പോയത്? NaOH Mg ഒക്കെ എക്സാമ്പിൾ എഴുതിയില്ലേ? അതായത് ഇവിടെ ബേസിന് എക്സാമ്പിൾ NaOH, അതിനകത്ത് OH മൈനസ് അയൺസ് ഉണ്ട്, ബേസ് ആണ്. MgOH ട്വൈസ് OH മൈനസ് അയൺസ് ഉണ്ട്, ബേസ് ആണ്. CaOH ട്വൈസ് OH മൈനസ് അയൺസ് ഉണ്ട്, അതിനകത്ത് ബേസ് ആണ്. KOH ഉണ്ട്, OH മൈനസ് അയൺസ് ഉണ്ട്, ബേസ് ആണ്. അതേപോലെ തന്നെ ഇവരെല്ലാം മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് ആണ്. കാരണം Na ഒരു മെറ്റലാണ്, Mg ഒരു മെറ്റലാണ്, Ca മെറ്റലാണ്, K മെറ്റലാണ്. ഇതെല്ലാം മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് ആണ്. ഇവരെല്ലാം എന്താ? ബേസ് ആണ്. പക്ഷേ അതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്, ഒരു നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഹൈഡ്രോക്സൈഡ് നമുക്കുണ്ട്, അതിന്റെ പേരാണ് NH4OH. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർക്കണം. അതേപോലെ തന്നെ ഓക്സൈഡുകളും എന്ത് തന്നെയാണ്? ബേസ് ആണ്, മെറ്റാലിക് ഓക്സൈഡുകൾ. അതായത് MgO മെറ്റാലിക് ഓക്സൈഡ് ആണ്, CaO മെറ്റാലിക് ഓക്സൈഡ് ആണ്, Na2O മെറ്റാലിക് ഓക്സൈഡ് ആണ്,
ഇത് മെറ്റാലിക് ഓക്സൈഡ് ആണ്. ഇവരെല്ലാം എന്താ ബേസ് ആണ്. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് എഴുതാം എന്താണ് ഓൾ മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസ്. അതേപോലെ തന്നെ ഓൾ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ഓൾസോ ബേസ്. ഒരു എക്സാമ്പിൾ ഉണ്ട് എന്താ ഒരു നോൺ മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് ബേസ് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളാണ് NH4OH. ഓക്കെ, ഓക്കെ. ഇനി വീണ്ടും നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബേസിലേക്ക് പോവാണ്. ഹെഡിങ് എഴുതിക്കോളൂ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബേസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബേസ്. അതിൽ ഒന്നാമത്തേത് ഓൺ ദ സ്ട്രെങ്ത്, ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രെങ്ത്, ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് നമുക്ക് അതിന്റെ സോഴ്സ് പഠിക്കാനില്ല. ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രെങ്ത്. അതിൽ ഒന്നാമത്തേത് സ്ട്രോങ് ബേസ്. സ്ട്രോങ് ബേസ്, സ്ട്രോങ് ബേസ്. സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നത്. മറ്റേത് സ്ട്രോങ് ആസിഡ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യും വാട്ടറിനകത്ത്. ഇതും അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്ന ബേസിനെയാണ് സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ എഴുതാം ബേസസ്, ബേസസ് which completely ionize in water, producing large amount of hydroxide ion. അവിടെ വേണം നമുക്ക് ഹൈഡ്രോണിയം അയോൺ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രോണിയം അയോൺ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. എക്സാമ്പിൾ KOH ഒരു സ്ട്രോങ് ബേസ് ആണ്. NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്. ലിഥിയം ഹൈഡ്രോക്സൈഡ് LiOH ഒരു സ്ട്രോങ് ബേസ്. ഓക്കെ, അതായത് ഇപ്പൊ ഞാനൊരു 100 NaOH മോളിക്യൂളിനെ എടുത്തിട്ട് അത് നമ്മൾ അയോണൈസ് ചെയ്താൽ വാട്ടറിനകത്ത് ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണെന്നറിയാമോ, ഒരാരോ ഫ്രണ്ടിലോട്ടും ഒരാരോ ബാക്കിലോട്ടും ഇടുന്നത് ഇത് മുമ്പിലോട്ടും ബാക്കിലോട്ടും നടക്കുന്ന റിയാക്ഷനാണ്, റിവേഴ്സിബിൾ ആണ്. റിയാക്ടന്റ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ആവുന്ന പോലെ പ്രൊഡക്റ്റ് കമ്പൈൻ ചെയ്ത റിയാക്ടന്റും ആവും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ 100 NaOH മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതെന്താവും, 100 Na+ അയോൺ ആയിട്ടും 100 OH- അയോൺ ആയിട്ടും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അടുത്തത് രണ്ടാമത്തേത് വീക്ക് ബേസ്. വീക്ക് ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും weak base are those base which partially ionize in water producing small amount of hydroxide ion. അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് CaOH twice എടുക്കാം, വീക്ക് ബേസ് ആണ്. NH4OH നോൺ മെറ്റാലിക് ആയിട്ടുള്ള ബേസിലെ അതും വീക്ക് ബേസ് ആണ്. അതുപോലെ MgOH twice അതും എന്താണ്, വീക്ക് ബേസ് ആണ്. അടുത്തത് ഈ ബേസിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതും കൂടെ എഴുതിക്കുന്നത് ഞാൻ നേരത്തെ എഴുതാൻ വിട്ടുപോയത് ഫിസിക്കൽ പ്രോപ്പർട്ടീനകത്ത്. ബേസസ് ഫീൽസ് soapy to touch. അടുത്തത് bases conduct electricity in solution as they are electrolytes. അതേപോലെ ആസിഡിന്റെ അവിടെ നമുക്ക് എഴുതായിരുന്നു കേട്ടോ, അത് നമുക്ക് ആ സ്ഥലം വിട്ടെടുത്തോട്ട് എഴുതാം കേട്ടോ. ആസിഡും കണ്ടക്ട് ചെയ്യും ഇലക്ട്രിസിറ്റി, കാരണം അത് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇനി ഒരു ഹെഡിങ് കൂടെ എഴുതിക്കോളൂ, ആൽക്കലീസ്. അതായത് എല്ലാ ബേസും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യത്തില്ല. വെള്ളത്തിൽ അലിയുന്ന ബേസുകളെയാണ് നമ്മൾ ആൽക്കലി എന്ന് വിളിക്കുന്നത്. അതായത് ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആർ കോൾഡ് എന്താ, ആൽക്കലി. അതും കൂടെ എഴുതാം, bases which are soluble in water.
soluble in water are called alkali. എക്സാമ്പിൾ NaOH ഒരു വെള്ളത്തിൽ സോലുബിൾ ആവുന്ന ഒരു ബേസ് ആണ്. KOH വെള്ളത്തിൽ സോലുബിൾ ആവുന്ന ബേസ് ആണ്. NH4OH നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഹൈഡ്രോക്സൈഡ് ആണ്. പ്രത്യേകം ഓർത്തോണം, സ്പെഷ്യൽ ആളാണ്. അവനും എന്ത് തന്നെയാണ്, ഒരു എന്താണ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഈ CaOH2 എന്താണെന്നറിയോ? CaOH2 വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും, പക്ഷെ സ്പാരിംഗ്ലി സോലുബിൾ ആണ്, വളരെ കുറച്ചേ ഡിസോൾവ് ചെയ്യത്തുള്ളൂ. CaOH2 is sparingly soluble. എഴുതിയെടുത്തോ, നോക്കിയാൽ എഴുതിയെടുത്തോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഇപ്പൊ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പുറകിൽ വരുന്ന ആൾക്കും ഫ്രണ്ടിൽ വരുന്ന വണ്ടികൾക്കും നമ്മൾ അങ്ങോട്ട് തിരിയാൻ പോവുകയാണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്, അല്ലേ? അതേപോലെ തന്നെ കെമിസ്ട്രിക്കകത്ത് ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആസിഡ് ഏതാണ് ബേസ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു പാത്രത്തിനകത്ത് ആസിഡും ബേസും വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ പറയാം, ഇതിനകത്ത് നമ്മളോട് ഒരാൾ പറയാ ഇതിനകത്ത് ഒരെണ്ണം വെള്ളമാണ്, നിങ്ങളെടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റുമോ? എല്ലാം കളർലെസ് ആയിരിക്കും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് ആദ്യം എഴുതാം. ഒരു ഡോട്ട് ഇടുക. ആൻ ഇൻഡിക്കേറ്റർ ഈസ് എ കെമിക്കൽ compound used to detect the acidic or basic nature of a solution by a sharp change in its color by sharp change in its color. അടുത്തത് most common indicators are litmus, methyl orange and phenolphthalein. phenolphthalein. ഇനി ഇൻഡിക്കേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. Indicators can be classified as ഒന്നെന്ന് എഴുതിയിട്ട് natural indicators നാച്ചുറൽ ആയിട്ട് നമുക്ക് ആസിഡിനെ ബേസിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്. അതിലൊന്നെന്ന് നമ്മൾ പറഞ്ഞ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ലിറ്റ്മസ് ആണ്. ലിറ്റ്മസിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് എ വാട്ടർ സോലുബിൾ
soluble mixture, water soluble mixture of different dyes, different dyes extracted from lichens എന്ന് പറഞ്ഞൊരു ചെടിയാണ്, പാലാണ്. എന്നിട്ട് എഴുതേണ്ടത് ഇൻ ആസിഡ് blue litmus turns red, blue litmus turns red. Blue litmus turns red. In base red litmus turns blue. In base red litmus turns blue. In base red litmus turns blue. അതോടെ എഴുതുക in base red litmus turns blue. ഓക്കെ ആണല്ലോ. അപ്പം അവിടെ എന്താണ്, എ ലിറ്റ്മസ് ആണ്. ലിറ്റ്മസിന്റെ എന്താ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. അത് ലിക്കൻസ് എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഒരു വാട്ടർ സോലുബിൾ മിക്സ്ചർ ആണ്. അത് പല ഡൈസ് ഉണ്ട്, അതിന് പല കളറിൽ നമുക്ക് അവൈലബിൾ ആവും. അങ്ങനെയാണെങ്കിൽ ആസിഡിൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവും, റെഡ് ലിറ്റ്മസ് ബേസിൽ ബ്ലൂ ആവും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നാച്ചുറൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ബി എന്ന് എഴുതിയിട്ട് ടർമറിക് എന്ന് എഴുതുക. അടുത്ത നാച്ചുറൽ ഇൻഡിക്കേറ്റർ ബി എന്ന് എഴുതിയിട്ട് ടർമറിക് എന്ന് എഴുതുക. ടർമറിക് എന്ന് എഴുതുക. ടർമറിക് ബി എന്ന് എഴുതിയിട്ട് ടർമറിക്. ഡോട്ട് എഴുതുക. ഇൻ ആസിഡ് നോ കളർ change is observed and remains as yellow itself. അടുത്തത് in base its yellow color turns to red. Its yellow color turns to red. ഈ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ചെയ്ത് നോക്കാം. എന്താ പറയുക, നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു ചില്ലു കുപ്പിയുടെ ഗ്ലാസ് എടുക്കണം. ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന മറ്റേ എന്താണ് ഇതൊന്നും ഇല്ലാത്ത, അതായത് വർക്കൊന്നും ഇല്ലാത്തൊരു ഗ്ലാസ് എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അതിനകത്ത് കുറച്ച് സോപ്പ് പൊടി ഇടുക, അതിനകത്ത് കുറച്ച് വെള്ളം ഇടുക, കലക്കുക. എന്നിട്ട് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടുവാണെങ്കിൽ അതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആ ഒരു സോപ്പ് പൊടിയുടെ ആ ഇതങ്ങ് ചുമക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി സോപ്പ് പൊടി ഇട്ട് നോക്കിയാൽ മതി, അപ്പോൾ അതങ്ങ് ചുമക്കും. അപ്പോൾ അതുകൊണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സോപ്പ് പൊടി ഡിറ്റർജന്റിനകത്ത് ബേസിക് നേച്ചറാണ്. ഓക്കെ. നേരെ മറിച്ച് നിങ്ങൾ ആസിഡ് സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്താണ് മഞ്ഞൾപ്പൊടി ഇടുന്നതെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ കളർ മഞ്ഞൾപ്പൊടിയായിട്ട് തന്നെ അല്ലെങ്കിൽ മഞ്ഞയായിട്ട് തന്നെ എന്ത് ചെയ്യും, നിലനിൽക്കും എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. അതേപോലെ 3 ബി എന്ന് പറയുന്നത് റെഡ് ക്യാബേജ് ആണ്. റെഡ് ക്യാബേജിന്റെ പ്രത്യേകത ഇറ്റ് റിമെയിൻസ് ആസ് റെഡ് itself in acid and turns to green in basic solution. അടുത്തത് രണ്ടാമത്തെ ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ ആദ്യത്തെ ഇൻഡിക്കേറ്റേഴ്സ് എന്താ പഠിച്ചത്? നാച്ചുറൽ ആണ്. രണ്ടാമത്തേത് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ്. സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ലാബിൽ ചെയ്തെടുത്തതാണ്. എന്താണ് സിന്തറ്റിക് സിന്തസൈസ് ചെയ്തെടുത്താണ്. ഓക്കെ. അപ്പം സിന്തറ്റിക് indicators are those
which are those which are synthesized in laboratory. Synthesized in laboratory. Laboratory. അപ്പൊ അതിനകത്ത് എ എന്ന് പറയുന്നത് ഫിനോൾഫ്തലീൻ ആണ്. ഫിനോൾഫ്തലീൻ അത് കളർലെസ് ആണ്. ഫിനോൾഫ്തലീൻ അത് അതിന്റെ കളർ, ഫിനോൾഫ്തലിന്റെ കളർലെസ് ആണ്. അത് എന്ത് ചെയ്യുന്നറിയാമോ? ഇൻ ആസിഡ് അതിനകത്തോട്ട് ആസിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ, ആസിഡിനകത്തോട്ട് ഫിനോൾഫ്തലിൻ ഒഴിച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിമെയിൻസ് ആസ് കളർലെസ്. ഇൻ ആസിഡ് ഇറ്റ് റിമെയിൻസ് ആസ് കളർലെസ്. അതേപോലെ തന്നെ ഇൻ ബേസ് എന്താണ്? ഇറ്റ് ടേൺസ് ടു പിങ്ക്. ചിലര് റെഡ് എന്നും പറയാറുണ്ട്. പിങ്ക് ആണ് ശരിക്കും ആവുന്നത്, അതുകൊണ്ടാണ് പിങ്ക് എന്ന് എഴുതിയത്. ലാബിൽ ചെയ്ത് നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത് പിങ്ക് ആണ് ആവുന്നത്, പിങ്ക് കളർ. ചിലതിനകത്ത് സ്കൂളിലൊക്കെ ചിലപ്പോൾ റെഡ് എന്നായിരിക്കും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതുക, അത്രേ ഉള്ളൂ. ഓക്കെ. ബി നമുക്ക് മീഥൈൽ ഓറഞ്ച് എടുക്കാം. മീഥൈൽ ഓറഞ്ച് എടുക്കാം. മീഥൈൽ ഓറഞ്ചിന് ഓറഞ്ച് കളറാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ആസിഡ് it remains as in acid it turns to red. അതായത് ഓറഞ്ച് കളറിലുള്ള മീഥൈൽ ഓറഞ്ചിനകത്തോട്ട് കുറച്ച് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓറഞ്ച് കളർ റെഡ് ആയിട്ട് മാറും. ഇനി ഇൻ ബേസ് ഇറ്റ് ടേൺസ് ടു യെല്ലോ. ഓറഞ്ച് കളറുള്ള മീഥൈൽ ഓറഞ്ചിനകത്തോട്ട് ഇച്ചിരി ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഇറ്റ് ടേൺസ് ടു യെല്ലോ. അടുത്തത് olfactory indicators. മണം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഇൻഡിക്കേറ്റേഴ്സ്. olfactory indicatorsനകത്ത് substance which changes its smell when it is added to acid or base എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നെന്ന് പറയുന്നത് വാനിലയാണ്. വാനിലയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇറ്റ് ലോസസ് ഇറ്റ് സ്മെല്ല്. വാനിലയുടെ സ്മെല്ല് അതിന് നഷ്ടമാകുന്നു. എപ്പോഴാണെന്നറിയോ? വെൻ added to base. ബേസിനകത്തോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് നഷ്ടപ്പെടുന്നു. and remains its smell remains when added to water. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് ക്ലോവ് ഓയിൽ ആണ്. എന്ന് പറയും. ഗ്രാമ്പൂവിന്റെ എണ്ണ, ഗ്രാമ്പൂവിന്റെ ഓയിൽ. അത് ഈ പറഞ്ഞ പോലെ ബേസിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ലോസസ് ഇറ്റ് സ്മെല്ല് when added to base and its smell remains when added to ഇതൊരു ഈ മോഡിൽ ചെയ്ത് when added to water അല്ല കേട്ടോ, when added to acid ആണ് കേട്ടോ. സോറി, when added to acid ആണ് ഇത്. അതേപോലെ തന്നെ ആസിഡ്, അതായത് ക്ലോവ് ഓയിൽ ആണെങ്കിലും വാനില ആണെങ്കിലും ബേസിൽ ഒഴിക്കുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് നഷ്ടപ്പെടുകയും ആസിഡ് ഒഴിക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ല് റിമെയിൻ ചെയ്യുകയും ചെയ്യും. സി എന്ന് പറയുന്നത് ഒനിയൻ ആണ്. ഒനിയൻ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ലോസസ് ഇറ്റ് സ്മെല്ല് when added to base and its smell remains
when added to acid. ആസിഡിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സ്മെല്ല് റിമെയിൻ ചെയ്യും. ബേസിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് നഷ്ടപ്പെട്ടു പോകും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ചാപ്റ്റർ നിർത്താം. അതായത് വൈ സ്മെൽ ഓഫ് ഒനിയൻ ഡിസപ്പിയേഴ്സ് വെൻ എ ബേസ് ഈസ് ആഡഡ് ടു ഇറ്റ്. അതിന്റെ കാരണം എന്താണെന്ന് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതെന്താണെന്നറിയാമോ? ഒനിയനകത്ത് ആസിഡ് ഉണ്ട്, നമുക്കറിയാലോ. ഒനിയൻ അല്ലെങ്കിൽ ഉള്ളി അരിയുന്ന സമയത്ത് നമുക്ക് കണ്ണുനീര് വരാൻ കാരണം ഉള്ളിക്കകത്തു നിന്ന് പുറത്തോട്ട് വരുന്ന സൾഫീനിക് ആസിഡ് കാരണം. അപ്പൊ അത് നമ്മുടെ കണ്ണിലെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കണ്ണുനീര് വരുന്നത്. അപ്പോൾ ഓൾറെഡി ഉള്ളിക്കകത്ത് ആസിഡ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ ആസിഡിനകത്തോട്ട് നമ്മൾ ബേസ് ആണ് ഒഴിക്കുന്നത്. ആസിഡും ബേസും ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. അതായത് ന്യൂട്രലായി പോകും. ആസിഡിന്റെ ശക്തി നഷ്ടപ്പെടും, ബേസിന്റെ ശക്തി നഷ്ടപ്പെട്ടിട്ട് ന്യൂട്രൽ ആവും. അതുകൊണ്ടാണ് അതിന്റെ സ്മെല്ല് നഷ്ടപ്പെട്ടു പോകുന്നത്. മുകളിലോട്ടുള്ള 3 എണ്ണത്തിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം അതാ സംഭവിക്കുന്നത്. ഏതാ? അതായത് ഒനിയന്റെ അകത്ത് ആസിഡ് ഉണ്ട്, ആ ആസിഡിനകത്തോട്ട് നമ്മൾ ഒരു ബേസ് ഒഴിക്കുന്നതും കൊണ്ട് ആസിഡും ബേസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. അതാണ് അത് സംഭവിക്കുന്നത്. അപ്പം അത് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഞാൻ ഇങ്ങനെ എഴുതാം, അതിവിടെ എഴുതിയിട്ട് നിർത്താം. why smell of onion disappear when a base is added to it. എന്താ? ഒന്നുമില്ല. എന്താ? ഒനിയൻ contain acid which will react with the base added and undergo neutralization reaction. So smell of onion disappears. ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്.